ദ ബെസ്റ്റ് പി സി അണ്ടർ 70Kയിൽ നമ്മൾ എന്തുകൊണ്ട് മാക് മിനി കൺസിഡർ ചെയ്തു, അതുപോലെ ആ പി സി എങ്ങനെ ബിൽഡ് ചെയ്തെടുക്കാം 70Kയിൽ താഴെ എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ അൺബോക്സ് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് ആദ്യം തന്നെ മാക് മിനിയാണ് ഇരിക്കുന്നത്. നമുക്ക് ആ മാക് മിനി മാറ്റി വെക്കാം. മാക് മിനി മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബോക്സിനകത്ത് നമുക്കൊരു കേബിൾ അവൈലബിൾ ആണ്. പവർ കേബിൾ കിട്ടും. അത് ഞാൻ ഓൾറെഡി യൂസ് ചെയ്യുന്ന പി സി ആയതുകൊണ്ട് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല, കാരണം അതുപോലെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റിയില്ല. പിന്നെ വരുന്നത് ആപ്പിളിൻ്റെ സ്റ്റിക്കേഴ്സ് ആണ്, പിന്നെ ബുക്ക്ലെറ്റ്. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ നമുക്ക് ബോക്സിനകത്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ ടേൺ ഓൺ ചെയ്യുമ്പോൾ നമുക്കൊരു ടേൺ ഓൺ ഇൻഡിക്കേറ്റർ ആയിട്ടൊരു ലൈറ്റ് ഉണ്ട്, ഒരു വൈറ്റ് LED ലൈറ്റ് നമുക്ക് കാണാൻ പറ്റും. എൻ്റെ പ്രോസ് ആൻഡ് കോൺസിലേക്ക് വരികയാണെങ്കിൽ വളരെ മികച്ച ബിൽഡ് ക്വാളിറ്റിയാണ് ഈ പ്രൊഡക്റ്റിനുള്ളത്. നമുക്ക് ടച്ച് ആൻഡ് ഫീൽ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ പോർട്സിലേക്കാണ് നമ്മൾ വരുന്നത്. പോർട്സിൻ്റെ അവൈലബിലിറ്റി മറ്റുള്ള മാക്കിൻ്റെ പ്രൊഡക്ട്സിനെ അപേക്ഷിച്ച് കൂടുതലാണ്. ഇപ്പോൾ HDMI പോർട്ടുകളും 2 USB-A പോർട്ടും പിന്നെ തണ്ടർബോൾട്ട് പോർട്ടും ഒക്കെ 2 എണ്ണം നമുക്കിവിടെ അവൈലബിൾ ആണ്. സാധാരണ മാക്കിൽ അത്ര അവൈലബിൾ അല്ല. പിന്നെ പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഹൈ എൻഡ് ആയിട്ടുള്ള ടാസ്കുകൾ നിങ്ങൾക്ക് സുഖമായിട്ട് ഇതിൽ റൺ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ വീഡിയോ എഡിറ്റിംഗ് ആയിക്കോട്ടെ, ഓഡിയോ പ്രൊഡക്ഷൻ, മ്യൂസിക് പ്രൊഡക്ഷൻ ഒക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ചാണെങ്കിലും വളരെ നല്ല രീതിയിൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. യാതൊരുവിധ ലാഗൊന്നും എനിക്കിതുവരെ ഫീൽ ചെയ്തില്ല. നമ്മളിതൊരു യൂസ് ചെയ്തിട്ട് ഹൈ എൻഡ് ടാസ്കിന് പോലും ലാഗ് തോന്നിയില്ല. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ വാല്യൂ ഫോർ മണി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ മികച്ചൊരു പ്രൊഡക്റ്റാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ആപ്പിളിൽ നിന്ന് ലഭിക്കാവുന്ന ഏറ്റവും ചീപ്പറായിട്ടൊരു പ്രൊഡക്റ്റാണ്. പിന്നെ ഈ ഒരു പ്രൊഡക്റ്റ് ഈ ഒരു എമൗണ്ടിൽ നിന്ന് തരുന്ന പെർഫോമൻസ് എന്ന് പറയുന്നത് വളരെ സൂപ്പറാണ്. നമുക്ക് മറ്റു ഉള്ള പ്രൊഡക്റ്റുകൾ ഇതേ സെഗ്മെൻറ്റിലുള്ളതുമായിട്ട് കൺസിഡർ ചെയ്താൽ പോലും നമുക്കിവിടെ വളരെ ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് നമുക്ക് ഈ ഒരു മാക്കിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ പോരായ്മകളിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ പോർട്ടബിലിറ്റി ഒരു ഇഷ്യൂ ആണ്. നമുക്ക് മാക്ബുക്ക് കൊണ്ട് നടന്ന് വർക്ക് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പ് കൊണ്ട് നടന്ന് വർക്ക് ചെയ്യുന്ന പോലെ നമുക്കിത് കൊണ്ട് നടന്ന് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇപ്പോൾ ഒരു ട്രെയിനിലോ ബസ്സിലോ ഒക്കെ യാത്ര ചെയ്യുമ്പോൾ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഡിസ്പ്ലേ അത്യാവശ്യമാണ്. അതേസമയം ഇവിടെ നമുക്ക് ഒരു ഡിസ്പ്ലേ ഉണ്ട്. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഓഫീസിലാണ് പോകുന്നത് അല്ലെങ്കിൽ കോളേജിൽ ഡിസ്പ്ലേ അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ സംഭവം കൊണ്ടുപോയാൽ നിങ്ങൾക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റും, ഡിസ്പ്ലേയിൽ കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എനിക്ക് ഇൻ കേസ് TV ഉള്ളിടത്ത് ആണെങ്കിൽ പോലും നമുക്ക് HDMI വഴി ഡിസ്പ്ലേ കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. പോർട്ടബിലിറ്റി ഒരു വിഷയമാണ് എങ്കിൽ കൂടി ഡിസ്പ്ലേ അവിടെ ഉണ്ടെങ്കിൽ നമുക്കിത് കൊണ്ടുപോയി വർക്ക് ചെയ്യാനായിട്ട് പറ്റും. രണ്ടാമത് ഇതൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയാൻ പറ്റത്തില്ല. ഓൾമോസ്റ്റ് ഇതിനുള്ള സോഫ്റ്റ്വെയർസ് ഒക്കെ പെയ്ഡ് ആയിരിക്കും. ലോജിക് പ്രോ എടുത്താലും അതുപോലെ ഫൈനൽ കട്ട് പ്രോ ഒക്കെ എടുത്താലും പേയ്മെൻറ്റ് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ആ സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് ഈ SSD. നമ്മുടെ ബേസ് വേരിയൻറ്റ് മാക് മിനിയിൽ വരുന്നത് 256 GB SSD ആണ്. പല റിവ്യൂകളിലും ഈ SSD റീഡ് ആൻഡ് റൈറ്റ് സ്പീഡ് കുറവാണെന്നാണ് പറയുന്നത്. അതിൻ്റെ കാരണം പഴയ M1-ൽ 128-ൻ്റെ 2 NAND ചിപ്പാണ് വെച്ചിരുന്നത്. ഇവിടെ 256-ൻ്റെ സിംഗിൾ NAND ചിപ്പാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് കോസ്റ്റ് എഫിഷ്യൻ്റ് ആയി, പക്ഷേ റീഡിങ് ആൻഡ് റൈറ്റിംഗ് സ്പീഡ് കുറവാണെന്ന് പറയുന്നത്. നമ്മളിത് പേഴ്സണലി യൂസ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് അങ്ങനത്തെ വലിയ കാര്യമായ ഡിഫറൻസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മെയിൻ ലാഗൊന്നും അവിടെ ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് 256 പോരാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഹയർ എൻഡ് 512-ലോട്ട് കൺസിഡർ ചെയ്യാം. അതുപോലെ 256 എടുക്കുന്നവർക്ക് തന്നെ 1 TBയുടെ എക്സ്റ്റേണൽ SSD മേടിക്കുകയാണെങ്കിൽ അത് യൂസ് ചെയ്യും. ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന മോണിറ്ററിലേക്ക് വരികയാണെങ്കിൽ ബെൻക്യൂവിൻ്റെ IPS LCD മോണിറ്ററാണ് യൂസ് ചെയ്യുന്നത്. ടാർഗസിൻ്റെ മൾട്ടി പ്ലാറ്റ്ഫോം ബ്ലൂടൂത്ത് കീബോർഡാണ് യൂസ് ചെയ്യുന്നത്. ഈ മൗസിലേക്ക് വരികയാണെങ്കിൽ ലോജിടെക്കിൻ്റെ M171 എന്ന് പറയുന്ന വയർലെസ് മൗസാണ് യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ അഡ്വാൻറ്റേജസിൽ നമ്മൾ പറയാതെ പോയൊരു അഡ്വാൻറ്റേജ് ആണ് എക്കോസിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ ആപ്പിളിൻ്റെ എക്കോസിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജ്. ഇപ്പോൾ ഐപാഡോ ഏതെങ്കിലും ഒരു ആപ്പിൾ പ്രോഡക്റ്റ് വീട്ടിലുണ്ടെങ്കിൽ, ഇപ്പോൾ ഐപാഡാണ് ഇവിടെ ഇരുത്തിയിരിക്കുന്നത്. ഈ ഐപാഡിലേക്ക് നമുക്ക്
മൗസും കീബോർഡും മാക്കിൽ കണക്ട് ചെയ്തിരിക്കുന്ന അതേ മൗസും കീബോർഡും നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ അതല്ലാതെ നമുക്ക് കംപ്ലീറ്റ് എൻ്റയർ മാക്കിൻ്റെ സ്ക്രീൻ നമുക്ക് ഐപാഡിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് ഇൻഡിവിജ്വലി ഓരോ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർസ് നമുക്ക് ഐപാഡിൽ ഓപ്പൺ ചെയ്യാം, അതോടൊപ്പം തന്നെ മാക്കിൽ ഓപ്പൺ ചെയ്യും. ഇപ്പം ഞാനിവിടെ ഒരു ഗ്യാരേജ് ബാൻഡ് എൻ്റെ ഐപാഡിൽ ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ഐപാഡിൽ ഞാൻ ഗ്യാരേജ് ബാൻഡിൽ വർക്ക് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഗ്യാരേജ് ബാൻഡിൽ വർക്ക് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ എനിക്ക് ഡാവിഞ്ചിയിലും വർക്ക് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ എനിക്കിവിടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഡാവിഞ്ചി മാക്കിലും വർക്ക് ചെയ്യാം. അപ്പം ഐപാഡിൽ ഗ്യാരേജ് ബാൻഡ് നടക്കും, ഡാവിഞ്ചി നടക്കും. അപ്പോൾ ഇങ്ങനെയുള്ള രണ്ട് വർക്കുകൾ ഒറ്റ ടൈമിലൊക്കെ ചെയ്യേണ്ടവർക്ക്, മൾട്ടി ടാസ്കിങ് ഒക്കെ ചെയ്യേണ്ടവർക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും. ഇനിയിപ്പം നമ്മൾ ആപ്പിളിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഇപ്പോൾ 256 GB നമ്മുടെ രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാം. അതുപോലെ റാം കസ്റ്റമൈസ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള സ്പെക്കിൽ കോൺഫിഗറേഷനിൽ നമുക്ക് ഈ പ്രൊഡക്റ്റ് വാങ്ങാൻ പറ്റും. അതുപോലെ ഫൈനൽ കട്ട് പ്രോ, ലോജിക് പ്രോയൊക്കെ ആഡ് ചെയ്തിട്ട് വാങ്ങാൻ പറ്റും. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ഫ്ലിപ്കാർട്ടിലായാലും ആമസോണിലായാലും ഇപ്പോൾ സെയിം റേറ്റ് തന്നെയാണ് കാണിക്കുന്നത്. അതുകൂടാതെ കാർഡ് ഡിസ്കൗണ്ടുകൾ നിങ്ങൾക്ക് കിട്ടും. ഇനി പ്രൈസ് ഡീറ്റെയിൽസിലേക്ക് പോകാം. അപ്പം ഈ മോണിറ്ററിനും കീബോർഡും കൂടെ സെയിം ഷോപ്പിൽ നിന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്തത്. അപ്പോൾ അതിന് നമുക്ക് ടോട്ടൽ 9600 റുപ്പീസാണ് ആയത്. മാക് മിനി M2 56,900 റുപ്പീസ്, 56,900 രൂപയാണ് ആയത്. മൗസ് ഓൾറെഡി യൂസ് ചെയ്യുന്നതാണ്, 500 രൂപയാണ് per മൗസിന് ഞാൻ വാങ്ങിച്ച റേറ്റ്. പിന്നെ ടോട്ടൽ 67,000. നമ്മളൊരു 70,000 രൂപയിൽ താഴെയാണ് നമ്മളിത് ബിൽഡ് ചെയ്തത്. മാക്ബുക്ക് എയർ M2 ആയിട്ടും മാക് മിനി M2 തമ്മിലൊന്ന് കമ്പയർ ചെയ്താൽ മാക് മിനിയിൽ 8 കോർ CPU-യും 10 കോർ GPU ആണ് കിട്ടുന്നത്. അതേസമയം മാക് ബുക്കിൽ 8 കോർ CPU-യും 8 കോർ GPU ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം എങ്ങനെയാണെങ്കിലും ഒരു ഡിസ്പ്ലേ ഡിജിറ്റൽ വാങ്ങാൻ പറ്റുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ വീട്ടിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ മാക്ബുക്ക് എയർ M2-നെ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും മാക് മിനി ആണ് കൂടുതൽ വാല്യൂ ഫോർ മണി ഈ ഒരു റേഞ്ച് വെച്ച് നോക്കുമ്പോൾ. പിന്നെ ഡിസ്പ്ലേ ആപ്പിളിൻ്റെ റെറ്റിന ഡിസ്പ്ലേ ഒക്കെ നമുക്ക് മാക്ബുക്ക് എയർ M2-ൽ കിട്ടും. അപ്പോൾ അത് വേണ്ടവർക്കും പോർട്ടബിലിറ്റി ഒക്കെ നോക്കുന്നവരൊക്കെ സംബന്ധിച്ച് അത് കൺസിഡർ ചെയ്യാം. അല്ലാതെ ഒരാളെ സംബന്ധിച്ച് ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു മാക്ക് വേണം എന്ന് ആഗ്രഹിക്കുന്നവരെ തീർച്ചയായിട്ടും മാക് മിനി വാങ്ങാവുന്നതാണ്. വളരെ മികച്ചൊരു പ്രൊഡക്റ്റാണ്. പറ്റി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു 2 ടിപ്പും കൂടെ പറഞ്ഞുതരാം. അപ്പം നമ്മൾ ഈ പ്രൊഡക്റ്റ് വാങ്ങി ഇനീഷ്യൽ സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് ബ്ലൂടൂത്ത് കീബോർഡ്, ഇപ്പം ഞാൻ യൂസ് ചെയ്ത ടൈപ്പ് ബ്ലൂടൂത്ത് കീബോർഡാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ആ കീബോർഡ് നമുക്ക് ഇനീഷ്യൽ സെറ്റപ്പിൽ മാക്കിലോട്ട് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ വൈഫൈ ആയിട്ടൊക്കെ കണക്ട് ചെയ്യാൻ ചോദിക്കുമ്പോൾ പാസ്വേഡ് ടൈപ്പ് ചെയ്യണമെങ്കിൽ ഒരു നോർമൽ കീബോർഡ്, ഒരു USB കീബോർഡ്, അതിപ്പോൾ വിൻഡോസിൻ്റെ ആയാലും സാരമില്ല, അത് കണക്ട് ചെയ്ത ശേഷം സെറ്റപ്പ് ചെയ്യുക. സെറ്റപ്പ് ചെയ്ത ശേഷം നമ്മുടെ മാക്ക് ഓൺ ആയ ശേഷം മാത്രം നമുക്ക് ബ്ലൂടൂത്ത് ഡിവൈസ് കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. രണ്ടാമത്തെ ഒരു ടിപ്പ്, ഈ ഫയൽ ട്രാൻസ്ഫർ ഇഷ്യൂസ് എല്ലാവരും പറയുന്നൊരു കോമൺ ഇഷ്യൂ ആണ് ഈ മാക്കിലോട്ടുള്ള ഫയൽ. നമുക്കൊരു ഒരു OTG കേബിൾ ഉണ്ടെങ്കിൽ, ഒരു പെൻഡ്രൈവ്, നമുക്കൊരു OTG കേബിൾ, ഒരു പെൻഡ്രൈവ് ഉണ്ടെങ്കിൽ നമുക്ക് ഫയൽ ഈസി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം ആൻഡ്രോയിഡ് ഡിവൈസിൽ നിന്ന് നമ്മൾ OTG വഴി പെൻഡ്രൈവിലോട്ട് കോപ്പി ചെയ്യുക. ആ കോപ്പി ചെയ്ത പെൻഡ്രൈവ് നമ്മൾ മാക്കിൽ ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഫയൽസ് മാക്കിൽ ആക്സസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഏതൊരു ഡിവൈസിൽ നിന്ന്, ക്യാമറ ആയാലും എന്തിൽ നിന്നാണെങ്കിലും ഫയൽ ട്രാൻസ്ഫർ ചെയ്യാൻ ഒരു പെൻഡ്രൈവ് OTG വഴി പെൻഡ്രൈവിലോട്ട് കോപ്പി ചെയ്യുക, പെൻഡ്രൈവിൽ നിന്ന് മാക്കിൽ കോപ്പി ചെയ്യാം. ഫയൽ ട്രാൻസ്ഫർ വളരെ എളുപ്പമായിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും.